പഹൽഗാം ഭീകരാക്രമണത്തിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യാനുള്ള നിർണായക യോഗങ്ങൾ തുടരും. ഷിംല സന്ദർശനം മാറ്റിവെച്ച രാഷ്ട്രപതി ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഹർജിയിലെ പ്രധാന ആവശ്യം വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇതിനായി പ്രത്യേക കർമ്മ പദ്ധതി വേണമെന്നും. ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനാകുന്ന ബെഞ്ച്. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് ആവർത്തിച്ച് അമേരിക്ക. പാക് ഇന്ത്യ രാഷ്ട്ര നേതാക്കളുമായി സംസാരിച്ച് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. പാക് വിമാനങ്ങൾക്കുള്ള ഇന്ത്യയുടെ വ്യോമയാന വിലക്ക് നിലവിൽ വന്നു. വിവാദ പരാമർശവുമായി സംഘപരിവാർ നേതാവ് കല്ലടുക്ക പ്രഭാകർ ഭട്ട്. വാളും കത്തിയും ഉയർത്തിക്കാണിച്ചാൽ പഹൽഗാം ഭീകരാക്രമണം പോലുള്ള സംഭവം ഉണ്ടാകില്ലെന്നും വീട്ടിൽ വാൾ കരുതണമെന്നുമാണ് ആഹ്വാനം. കാസർഗോഡ് ബോർക്കാടയിൽ വെച്ചാണ് പ്രഭാകർ ഭട്ട് വിവാദ പ്രസംഗം നടത്തിയത്. ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. തുറമുഖ കമ്മീഷനിംഗ് നാളെ രാവിലെ 10:30. ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുത്ത ഉത്തരവ്. കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. 10-ലധികം കേസിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ വനംമന്ത്രി ഇടപെട്ടതായി ആരോപണം. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് വനം വകുപ്പ്. പുലിപ്പല്ല് വേടന് സമ്മാനിച്ചത് തമിഴ്നാട് സ്വദേശി രഞ്ജിത്ത് കുമ്പിടിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറം തൃത്താലയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി സ്വദേശി ഷമീറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 962 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കൊല്ലം ചിതറയിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. കിഴക്കുംഭാഗം സ്വദേശി ജാസിമാണ് പിടിയിലായത്. പ്രതിയിൽ നിന്ന് 78 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രദേശത്ത് MDMA എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ ജാസിം. പ്രതി നേരത്തെയും ലഹരിക്കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. തൃശൂർ പെരുമ്പടിക്കുന്നിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചാഴൂർ സ്വദേശി സേവാങ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. വധശ്രമ കേസിലുൾപ്പെടെ പ്രതിയാണ് കൃഷ്ണ. ഷൂട്ടിംഗ് പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ സണ്ണി തോമസിന് വിട നൽകാൻ കായിക കേരളം. സംസ്കാരം ഇന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ദി പോറാസ് ദേവാലയത്തിൽ. 4 വയസ്സുകാരന്റെ അപകട മരണത്തെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട കോന്നിയിലെ ആനക്കൂട് വിനോദസഞ്ചാരികൾക്ക് വീണ്ടും തുറന്നു നൽകും. നടപടി സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രാവിലെ 9:30 മുതൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കും. ബലക്ഷയം വന്ന കോൺക്രീറ്റ് തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ വനംവകുപ്പ് നടപടിയെടുത്തിരുന്നു. മലപ്പുറം കവളപ്പാറയിൽ പരിക്കേറ്റ കാട്ടാന അവശനിലയിൽ തുടരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയ്ക്ക് മരുന്ന് നൽകി. കാട്ടാനയുടെ ദേഹത്തുണ്ടായ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. നിലവിൽ വനംവകുപ്പിന്റെ മെഡിക്കൽ സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. പ്രദേശത്ത് വൈദ്യുതി തൂൺ വീണാണ് ആനയ്ക്ക് പരിക്കേറ്റത്. മലപ്പുറത്ത് 17 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ പ്രതിക്ക് 4 വർഷം സാധാരണ തടവും 10,000 രൂപ പിഴയും ശിക്ഷ. ഉൾപ്പറ്റ സ്വദേശി മനോജിനെതിരെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. 2023 ഫെബ്രുവരി 19-നാണ് കേസിന് ആസ്പദമായ സംഭവം. അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കേസ്. യുക്രൈനിലെ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പങ്കിടുന്ന സുപ്രധാന കരാറിൽ ഒപ്പിട്ട് യുക്രൈനും അമേരിക്കയും. യുദ്ധത്തിൽ തകർന്ന യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായുള്ള സഹായത്തിന് പകരമായാണ് അപൂർവ ഭൂമിദാതാക്കളുടെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നത്. ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് കരാർ. ഇടുക്കി അടിമാലിയിൽ ഏത്തയ്ക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരിയുടെ കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തിരിച്ചടി. തൊടുപുഴ CJM കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി കട തുറന്നു നൽകി. ബാങ്ക് അധികൃതർ എത്തി അപ്രതീക്ഷിതമായി കട ജപ്തി ചെയ്ത് സീൽ ചെയ്ത് ഇക്കഴിഞ്ഞ 10-ന്.
തൃശൂർ വെളുത്തൂരിൽ യുവാവിന് 4-അംഗ സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. വെളുത്തൂർ സ്വദേശി ജിതിനെയാണ് സംഘം ആക്രമിച്ചത്. പരിസരവാസികളായ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിൽ. ഇവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജിതിന്റെ വീട്ടുകാർ പറയുന്നു. തലയ്ക്കും വാരിയലിനും പരിക്കേറ്റ ജിത്ത് ചികിത്സയിലാണ്. കോഴിക്കോട് നഗരത്തിൽ 15-കാരിയെ ആക്രമിച്ച 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബീഹാർ കിഷൻഗഞ്ച് സ്വദേശികളായ ഫൈസാൻ അൻവർ, ഹിമാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 15-കാരിയാണ് ആക്രമിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയ സിമന്റ് പുരണ്ട ചെരുപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് നരിക്കുനിയിൽ അഭിഭാഷകനെ CPIM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. പോലീസിൽ പരാതി നൽകാൻ വയോധിക ദമ്പതിമാരെ സഹായിച്ചതിനാണ് മർദ്ദനം. നരിക്കുനി സ്വദേശി അഡ്വക്കേറ്റ് ആസിഫ് റഹ്മാനെയാണ് ആക്രമിച്ചത്. അതേസമയം പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നും ആസിഫിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയതെന്നും പ്രാദേശിക CPIM നേതൃത്വം വ്യക്തമാക്കി. പാലക്കാട് തിരുവേഗപ്പാറയിൽ അജ്ഞാതന്റെ കുത്തേറ്റ് യുവാവിന് പരിക്ക്. വിളത്തൂർ സ്വദേശി രതീഷിനാണ് പരിക്കേറ്റത്. കയ്യിലും കഴുത്തിനും പരിക്കേറ്റ രതീഷ് വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ രതീഷ് പോലീസിൽ പരാതി നൽകിയിരിക്കും. കോഴിക്കോട് നഗരത്തിൽ കത്തി ചൂണ്ടി പണം തട്ടിയ സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ. തട്ടിപ്പ് സംഘാംഗമായ ചക്കുംകടവ് സ്വദേശി മുഹമ്മദ് ഷംസീറിനെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രാവൽ ഏജൻസി ഡ്രൈവർ ഗണേഷിനെ തടഞ്ഞു നിർത്തി സ്കൂട്ടറിലെത്തിയ 3-അംഗ സംഘം പണം കവർന്നെന്ന കേസിലാണ് അറസ്റ്റ്. കോട്ടപ്പറമ്പ് ആശുപത്രി പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. ATM പണമിടപാട് ഫീസ് വർധന പ്രാബല്യത്തിൽ. വർദ്ധിപ്പിച്ചത് സൗജന്യ പരിധിക്ക് ശേഷമുള്ള പണം പിൻവലിക്കൽ, നിക്ഷേപിക്കൽ, ബാലൻസ് പരിശോധന, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഇടപാടുകൾക്കുള്ള ഇന്റർചേഞ്ച് ഫീസ്. 1 മാസത്തെ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ 23 രൂപ നികുതി നൽകണം. സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കിന്റെ ATM ഉപയോഗിച്ച് ഒരു മാസം മെട്രോ നഗരങ്ങളിൽ 3 മറ്റിടങ്ങളിൽ 5 ഇടപാടുകളാണ് സൗജന്യം. ബാങ്ക് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ തടസ്സമുണ്ടായാൽ അത് ഇടപാടുമായി കണക്കാക്കില്ല. തൃശൂർ ആനപ്പുഴയിൽ 25,000 രൂപ വില വരുന്ന 5 സൈക്കിളുകൾ മോഷ്ടിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ. ആനപ്പുഴ സ്വദേശി അക്ഷയ് കുമാറിനെയാണ് റിമാൻഡ് ചെയ്തത്. അഞ്ചങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നാണ് പ്രതി സൈക്കിളുകളുമായി മോഷ്ടിച്ചത്. തിരുവനന്തപുരം കടയ്ക്കലിൽ തെങ്ങിൽ നിന്ന് വീണ തേങ്ങ കയറ്റ തൊഴിലാളി മരിച്ചു. ചായിക്കോട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ക്ഷേത്രത്തിലേക്ക് കുരുത്തോല പറിക്കാനായി തെങ്ങിൽ കയറിയപ്പോഴാണ് അപകടം. എറണാകുളം മലയാറ്റൂരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കടന്ന വാഹനം പോലീസ് കണ്ടെത്തി. കോതമംഗലം ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വാഹനം കണ്ടെത്തിയത്. അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളും അപകടത്തിൽ തകർന്ന വാഹനത്തിന്റെ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം കണ്ടെത്തിയത്. തൃശൂർ നെടുമ്പാൾ ബിവറേജിൽ നിന്ന് മദ്യം മോഷ്ടിച്ചയാൾ റിമാൻഡിൽ. പള്ളം സ്വദേശി പ്രവീണിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. 15,760 രൂപയുടെ മദ്യമാണ് പ്രതി മോഷ്ടിച്ചത്. കഴിഞ്ഞ മാസം 29-നാണ് പ്രതി മോഷണം നടത്തിയത്. മലപ്പുറം ചമ്രവട്ടത്ത് നിന്നും പുഴമ്പ്രത്തേക്ക് മാറ്റിയ വിദേശ മദ്യശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതിയാണ് സമരവുമായി രംഗത്തുള്ളത്. ജനകീയ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് കാവലിൽ മദ്യശാല പ്രവർത്തനം ആരംഭിച്ചു. തൃശൂരിൽ പലരിൽ നിന്നായി 1/2 കോടിയോളം രൂപ തട്ടിയെടുത്ത അറസ്റ്റിൽ. പഴയന്നൂർ സ്വദേശി സുരേഷാണ് അറസ്റ്റിലായത്. സ്ഥലം നൽകാമെന്നും ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പറ്റിക്കപ്പെട്ട 7 പേർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പരാതിക്കാരിലേറെയും സ്ത്രീകളാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. തൃശൂർ പടയൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിൽ.
ചെറിയപ്പള്ളി സ്വദേശികളായ റൊണാൾഡ്, റിച്ചാർഡ് എന്നിവരാണ് റിമാൻഡ് ചെയ്തത്. വടിയൂർ സ്വദേശി അനന്തുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് കോടതി റിമാൻഡ് ചെയ്തത്. മലപ്പുറം എടയൂർ പഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 34 അംഗനവാടികൾ സംയുക്തമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേള നടന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ കാഴ്ചശക്തിയില്ലാത്ത വ്യാപാരിയോട് കടയുടമയുടെ ക്രൂരത. വ്യാപാരിയെ കടയിൽ നിന്ന് ഒഴിപ്പിച്ച ശേഷം അഡ്വാൻസ് തുക നൽകിയില്ലെന്നാണ് പരാതി. ആറാട്ടുകുഴി സ്വദേശി യേശുദാസും ഭാര്യ ബീനയുമാണ് ദുരിതത്തിലായത്. ആറാട്ടുപുഴ സ്വദേശി മണിക്കെതിരെയാണ് പരാതി. തൃശൂർ മണലൂർ മണ്ഡലം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി PK രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പഹൽഗാം ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണലൂർ സ്വദേശി അഭിദേവിനെ ആദരിക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷന് മെയ് 3-ന് തുടക്കമാകും. ആലപ്പുഴയിലാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. മാറ്റത്തിന് ഇനി മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. KCEC ITCയുടെ 14ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ 7-8 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലാണ് സമ്മേളനം നടക്കുന്നത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. My G Future. Experience the next. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. Kairali Agriculture Multi-State Cooperative Society Limited. Laza Premium Gold Ice Cream. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്ത തുടരുന്നു. IPL നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്ത്. പഞ്ചാബ് കിങ്സിനോട് തോറ്റതോടെ പ്ലേ ഓഫ് സാധ്യത മങ്ങി. പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ഈ സീസണിലെ ആദ്യ ടീമാണ് ചെന്നൈ. ചെന്നൈ പരാജയപ്പെട്ടത് പഞ്ചാബ് കിങ്സിനോട് 4 വിക്കറ്റിന്. ഇന്ന് രാജസ്ഥാൻ മുംബൈ പോരാട്ടം. കണ്ണൂർ പയ്യന്നൂരിൽ MDMA-യുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. തുരുത്തി സ്വദേശി പ്രജിത, പെരുമ്പ സ്വദേശി ഷഹബാസ്, എടാട് സ്വദേശി ഷിജിനാസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ സൂക്ഷിച്ച നിലയിൽ 10 ഗ്രാമിലേറെ കഞ്ചാവ് കണ്ടെത്തി. പയ്യന്നൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മാള സ്വദേശി ജസ്റ്റിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 1.5 കിലോ കഞ്ചാവും പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കൊല്ലത്ത് പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശികളായ സൻസ, മകൾ നജുമ എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പോലീസുകാരെ മർദ്ദിച്ചത്.
പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്ങോട് ലീലാകൃഷ്ണന്. കവി വി മധുസൂദനൻ നായർ അധ്യക്ഷനായ ജൂറിയാണ് ലീലാകൃഷ്ണന്റെ പേര് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരംഗ കല്ലും പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന് ജാമ്യം. ജാമ്യം ലഭിച്ചത് അറസ്റ്റിലായി 5 മാസത്തിന് ശേഷം. ചിന്മയ് അറസ്റ്റിലായത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചതിന്. കൊൽക്കത്തയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 14 മരണം. നിരവധി പേർക്ക് പൊള്ളലേറ്റു. ഇന്നലെ രാത്രിയാണ് കൊൽക്കത്ത ബുരാ ബസാറിലെ ഋതുരാജ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കുവൈറ്റിലെ ഖൈറാൻ പ്രദേശത്ത് ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഖൈറാൻ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിൽ ടി വി പൊട്ടിത്തെറിച്ച വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കൽപ്പറ്റ സ്വദേശി സജിനാണ് പരിക്കേറ്റത്. ഷോർട്ട് സർക്യൂട്ടാണ് ടി വി പൊട്ടിത്തെറിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. കൈക്ക് പരിക്കേറ്റ സജിനെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മേത്തലയിൽ ശക്തമായ ഇടിമിന്നലിൽ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മേത്തല ശ്രീനഗറിലെ 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്കാണ് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചത്. വൻ നാശനഷ്ടം ഉണ്ടായതായി വീട്ടുടമകൾ പറഞ്ഞു. കോഴിക്കോട് പന്നിയങ്കരയിൽ പോലീസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പന്നിയങ്കര നായ്പാലം സ്വദേശി കാഞ്ഞിരവയൽ അർജാസിനെതിരെയാണ് കേസെടുത്തത്. ലഹരി വേട്ടയ്ക്കിടെയാണ് പ്രതി പന്നിയങ്കര എഎസ്ഐ ബാബുവിനെ ആക്രമിച്ചത്. ആലപ്പുഴ കായംകുളത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് നേരെ ആക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് ആക്രമണം ഉണ്ടായത്. പെട്രോൾ അടിച്ചതിനു ശേഷം പണമില്ലെന്ന് സംഘം അറിയിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. ലഹരി ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് സംശയം. ഇടുക്കിയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. വെൺമണി കൊച്ചുമുട്ടം സണ്ണി സക്രിയയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കൈതപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച കേസിൽ ഭാര്യ അറസ്റ്റിൽ. രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയാണ് അറസ്റ്റിലായത്. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന സന്തോഷിന് മിനിയുടെ സഹായം ലഭിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മിനിയെ രാധാകൃഷ്ണൻ ഉപദ്രവിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. തൃശൂർ കൊടകരയിൽ സൈബർ തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് സക്രിയയാണ് പിടിയിലായത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കൊടകര സ്വദേശികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്താണ് കേസ്. കേസിൽ നേരത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ അഴീക്കോട് തീരത്തോട് ചേർന്ന് രാത്രികാല ട്രോളിംഗ് നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. എറണാകുളം സ്വദേശി സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള അഭിനോ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫിഷറീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃശൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. വാടനപ്പള്ളി സ്വദേശി സലീഷാണ് അറസ്റ്റിലായത്. എടശ്ശേരി സ്വദേശി ബാബുവിനെയാണ് ഫ്ലെക്സ് കട്ടർ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മകളുടെ മകനെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് കുറ്റകൃത്യത്തിന് കാരണം. ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞ് 8 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. വിശാഖപട്ടണത്തിന് സമീപം സിംഹാചലം ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് അപകടം. ദർശനത്തിനായി ക്യൂ നിന്ന ഭക്തർക്ക് മുകളിലേക്ക് 20 അടിയോളം നീളമുള്ള മതിൽ ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. നടപടിയുടെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നൽകാൻ ആരംഭിച്ചു. RTO ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നമ്പർ നൽകും. അനധികൃത വാഹനങ്ങളുടെ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ സ്കൂളിനെതിരെ നടപടിയുണ്ടാകുമെന്നും വകുപ്പിന്റെ തീരുമാനം.
തിരുവനന്തപുരം മാറനല്ലൂർ പഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. വാഹനത്തിൽ പാമ്പിനെ കണ്ട് ഭയന്ന് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. പരിക്കേറ്റ കൃഷ്ണനഗർ സ്വദേശി വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകവെയാണ് വള്ളം മറിഞ്ഞത്. വള്ളത്തിൽ നിന്നും തൊഴിലാളികൾ കടലിലേക്ക് തെറിച്ചു വീണു. ഇന്ന് രാവിലെയും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞിരുന്നു. അതേസമയം ഡ്രെഡ്ജിംഗ് ആരംഭിക്കാൻ ഇനിയും വൈകുമെന്നാണ് വിവരം. ആലപ്പുഴ കരുവാച്ചയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. അമ്പലപ്പുഴ സ്വദേശി അസ്ലമാണ് മരിച്ചത്. KCB പവർ ഹൗസിന് സമീപമാണ് അപകടം. KSRTC ബസ് നിയന്ത്രണം വിട്ട് ടെമ്പോ വാനിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. കാസർഗോഡ് ചിറ്റാരിക്കലിൽ അനധികൃത സ്പാക്കെതിരെ നടപടി സ്വീകരിച്ച് പഞ്ചായത്ത്. തൊഴിൽ പീഡനം നടക്കുന്നുവെന്ന യുവതിയുടെ ആരോപണത്തിലായിരുന്നു പരിശോധന. അന്വേഷണത്തിൽ മതിയായ രേഖകൾ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. വയനാട് കൽപ്പറ്റയിൽ 3 ആഴ്ചയായി അടച്ചിട്ട നഗരസഭയ്ക്ക് കീഴിലെ ശുചിമുറി പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്നത്. ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ശുചിമുറി അടച്ചിട്ടത്. തുടർന്നാണ് ശുചിമുറിയിലെ തകരാറുകൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും തുറന്നുകൊടുത്തത്. തൃശൂർ എടവിലങ്ങ് പഞ്ചായത്തിലെ 11ാം വാർഡിലെ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന തളിർ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. തിരുവനന്തപുരം കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ആശീർവാദവും സപ്തതി ആഘോഷ ലോഗോ പ്രകാശനവും നടന്നു. നെയ്യാറ്റിങ്കര രൂപത മെത്രാൻ ഡോക്ടർ വിൽസൺ സാമുവൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ലൈറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ പുസ്തക പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു. അവധിക്കാലത്ത് അധ്യാപികയ്ക്ക് കത്തെഴുതി മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടാൽ ML LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ. 20ഓളം കത്തുകളാണ് അധ്യാപികയായ സുമയ്യയുടെ വീട്ടിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികളുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ച് അധ്യാപിക. ഷഹീൻ സിദ്ദിഖ്, ഉണ്ണി നായർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന മഹൽ ഇൻ ദ നെയിം ഓഫ് ഫാദർ ഇന്ന് തിയേറ്ററുകളിലെത്തും. IMAC പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ KT ഹാരിസ് തിരക്കഥയും നിർമ്മാണവും നിർവഹിച്ച ചിത്രം നാസർ ഇരുമ്പിളിയുമാണ് സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ അഭിനയത്തിന് നടൻ ഉണ്ണി നായർ ഇതിനോടകം ഫിലിം ക്രിട്ടിക്സ് അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഫൈനൽ മിക്സിംഗ് പൂർത്തിയായി. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇക്കാര്യം അറിയിച്ചത്. ചിത്രം മെയ് 9 മുതൽ തിയേറ്ററുകളിൽ എത്തും. ടോം ക്രൂസ് നായകനായ ചിത്രം മിഷൻ ഇംപോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് റിലീസ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 17 തന്നെ മിഷൻ ഇംപോസിബിൾ ഇന്ത്യയിൽ പ്രദർശനത്തിനെത്തും. ഇന്ത്യയിലെ ആരാധകർക്ക് ഇരട്ടി മധുരം നൽകിക്കൊണ്ടാണ് റിലീസ് തീയതി പുറത്തു വന്നിരിക്കുന്നത്. മെയ് 23 ആഗോളതലത്തിൽ റിലീസിനൊരുങ്ങുന്ന സിനിമ ഇന്ത്യയിൽ ഒരാഴ്ച മുന്നേ എത്തും. തൃശൂർ മണലൂർ പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾക്ക് 3 കോടി വായ്പ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കേത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 34 അയൽക്കൂട്ടങ്ങൾക്കാണ് തുക വിതരണം ചെയ്തത്. തൃശൂർ പാറളം പഞ്ചായത്തിലെ അമ്മാടം മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി നാടിനെ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 9, 10, 12 വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. തിരുവനന്തപുരം പാലോട് കാട്ടാന കക്കൂസ് കുഴിയിൽ വീണു. ചിപ്പൻചിറ സ്വദേശി ചന്ദ്രന്റെ വീട്ടിലെ കക്കൂസ് കുഴിയിലാണ് ആന വീണത്. വീടിന് സമീപത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വനത്തിൽ നിന്ന് ചക്ക തിന്നാൻ എത്തിയതായിരുന്നു ആന. തുടർന്ന് കാട്ടാന തന്നെ മണ്ണിടിച്ച് കരയ്ക്ക് കയറി വനത്തിലേക്ക് പോവുകയായിരുന്നു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.